നിങ്ങൾ എപ്പോഴെങ്കിലും ശാന്തമായിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തെ ഏറ്റവും കൂടുതൽ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന്? നിങ്ങളെ ശാരീരികമായി മുറിവേൽപ്പിച്ചൊരു സംഭവമാണോ, അതോ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് ഇന്നും നിങ്ങളുടെ മനസ്സിലിട്ട് കൊണ്ടുനടക്കുന്ന സങ്കടപ്പെടുത്തുന്ന ചിന്തകളാണോ? ഒരുപക്ഷേ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാതെ പോയ, നഷ്ടപ്പെട്ടുപോയ ഒരു വലിയ സ്വപ്നത്തെ നിങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിച്ചു തീർക്കുന്നത്. ഈ ഭാരങ്ങൾ നമ്മൾ പുറത്ത് ആരെയും കാണിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് വലിയൊരു ഇരുട്ടായി, ഭയമായി എപ്പോഴും കിടക്കുന്നുണ്ട്. ഒരു ചെറിയ പെട്ടിയിൽ ഒരുപാട് സാധനങ്ങൾ വലിച്ച് വാരിക്കുത്തി നിറച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആ പെട്ടി അധികം വൈകാതെ പൊട്ടിപ്പോകും. കൃത്യമായി പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞുപോയ കാലത്തെ സങ്കടങ്ങളും ആരൊക്കെയോ എപ്പോഴോ പറഞ്ഞ കുത്തുവാക്കുകളും നമ്മൾ അറിയാതെ ചെയ്തുപോയ ചില തെറ്റുകളോടുള്ള വലിയ കുറ്റബോധവും എല്ലാം നമ്മൾ നമ്മുടെ മനസ്സിലിങ്ങനെ വളരെ ഭദ്രമായി സൂക്ഷിച്ചുവെക്കുകയാണ്. ഈ പഴയ ഓർമ്മകളെല്ലാം ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തെയും സമാധാനത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. നമ്മൾ പലപ്പോഴും ആത്മാർത്ഥമായി ചിന്തിക്കാറുണ്ട്, ഈ വേണ്ടാത്ത ചിന്തകളിൽ നിന്നെല്ലാം ഒന്ന് പുറത്തു കടക്കണം എന്ന്, എങ്ങനെയെങ്കിലും സ്വതന്ത്രനായ ഒരു മനുഷ്യനായി ജീവിക്കണം എന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ അത് പലർക്കും സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഈ വേദനകളെ നമ്മളോട് തന്നെ അത്രത്തോളം ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ പഴയ വേദനകളില്ലെങ്കിൽ നമ്മളൊന്നുമല്ല എന്നൊരു തോന്നൽ നമുക്കെങ്ങനെയോ വന്നു ചേർന്നിരിക്കുന്നു. പഴയ കാര്യങ്ങളെ വിട്ടുകളയുക എന്നത് ഒരിക്കലും ഒരു ദൗർബല്യമല്ല, അതൊരു വലിയ കലയാണ്. പഴയ ഓർമ്മകൾ, അപൂർണമായ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ കുറ്റബോധം എന്നിവ എപ്പോഴും മുറുകെ പിടിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു. നിക് ട്രെൻഡൻ എഴുതിയ ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന പ്രശസ്തമായ പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം നമ്മുടെ ഉള്ളിലെ ഈ പഴയ കെട്ടുകൾ അഴിച്ചുമാറ്റി സ്വയം മോചിതരാകുക എന്നതാണ്. ആഴത്തിലുള്ള ഈ അറിവുകളിലൂടെ കടന്നുപോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഈ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഭാരം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്നുള്ള മോചനം എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മളെ തന്നെ നിർവചിക്കുന്നത് പഴയ തെറ്റുകളുടെയും വേദനകളുടെയും മാത്രം അടിസ്ഥാനത്തിലാണ്. ഞാൻ പണ്ടുമുതലേ എപ്പോഴും പരാജയപ്പെടുന്ന ഒരാളാണ്. എന്നെ വിശ്വസിച്ച എല്ലാവരും എന്നെ ചതിക്കുകയാണ് ചെയ്തത്. എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളെ മാത്രം വെച്ച് നമ്മൾ നമ്മുടെ ഭാവിയെ വളരെ മോശമായി എഴുതിവെക്കുന്നു. ഇതൊരു വലിയ തടവറയാണ്. മറ്റാരുമല്ല, നമ്മൾ തന്നെ നമുക്കുവേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ഇരുണ്ട തടവറ. ഈ തടവറയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേയൊരു താക്കോൽ എന്നത് സ്വയം ക്ഷമിക്കുക എന്നതാണ്. വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ അപ്പാടെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയുക എന്നല്ല അർത്ഥമാക്കുന്നത്. അങ്ങനെ പൂർണ്ണമായി മറക്കാൻ ഒരു മനുഷ്യനും ഒരിക്കലും കഴിയില്ല. മറിച്ച് സംഭവിച്ചത് സംഭവിച്ചു എന്ന് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങളുടെ പഴയ തെറ്റുകൾ നിങ്ങളുടെ വ്യക്തിത്വമല്ല, അവ വെറും ജീവിതത്തിലെ ചില അനുഭവങ്ങൾ മാത്രമാണ്. ആ പഴയ അനുഭവങ്ങളിൽ നിന്ന് വേണ്ട പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നടക്കുക എന്നതാണ് ജീവിതം. ഭൂതകാലം എന്നത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു വിദ്യാലയം മാത്രമാണ്, അല്ലാതെ നമ്മൾ എക്കാലവും ജീവിച്ചു തീർക്കേണ്ട ഒരു വീടല്ല എന്നെപ്പോഴും ഓർക്കുക. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് തയ്യാറാവും. എന്നാൽ നമ്മളോട് തന്നെ ഒന്ന് ക്ഷമിക്കാൻ നമ്മൾ വലിയ മടി കാണിക്കുന്നു. അന്ന് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ എപ്പോഴും വീണ്ടും വീണ്ടും കുത്തി നോവിക്കും. നിങ്ങൾ അന്ന് ചെയ്തത് അന്ന് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ്. ഇന്നത്തെ നിങ്ങളുടെ അറിവ് വെച്ച് അന്നത്തെ നിങ്ങളെ ഒരിക്കലും വിധിക്കരുത്. നിങ്ങളുടെ പഴയ കാലത്തെ ഭയങ്ങളെയും കുറ്റബോധങ്ങളെയും വിട്ടുകളയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യനായി ജനിക്കാൻ സാധിക്കുന്നത്. ഒരുപാട് കാലം ഇരുട്ടിൽ കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ആദ്യം കണ്ണുകൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും പിന്നീട് ആ വെളിച്ചം അയാളുടെ ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിക്കും. അതുപോലെയാണ് ഭൂതകാലത്തെ വിട്ടുകളയുന്നതും. തുടക്കത്തിൽ അത് വേദന നൽകിയേക്കാം, എന്നാൽ പിന്നീടത് വലിയൊരു സ്വാതന്ത്ര്യമായി മാറും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അമിത ചിന്തകളെ എങ്ങനെ നേരിടാം എന്നതാണ്. അമിതമായി ചിന്തിച്ചുകൂട്ടുക എന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ നേരിടുന്ന വലിയൊരു മാനസിക പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും സത്യമായിരിക്കില്ല. അവ വെറും പഴയ അനുഭവങ്ങളുടെ പ്രതിധ്വനികൾ മാത്രമാണ്. ഒരു ചെറിയ കാര്യം സംഭവിച്ചാൽ അതിനെ 100 മടങ്ങ് വലുതാക്കി കാണിക്കുന്ന ഒരു മാന്ത്രിക കണ്ണാടിയാണ് നമ്മുടെ ഈ അമിത ചിന്ത.
കാര്യങ്ങളെ എപ്പോഴും നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്താനുള്ള നമ്മുടെ തലച്ചോറിന്റെ ഒരു വ്യാമോഹം മാത്രമാണ് അമിത ചിന്ത എന്ന് പറയുന്നത്. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, ഭാവിയിൽ എന്ത് നടക്കുമെന്ന് എനിക്കിപ്പോൾ തന്നെ വ്യക്തമായി അറിയണം എന്നൊക്കെയുള്ള നമ്മുടെ ആഗ്രഹമാണ് ഇത്തരം അമിതമായ ചിന്തകളായി മാറുന്നത്. ഇതൊഴിവാക്കാൻ ആദ്യം ചിന്തകളെ ലേബൽ ചെയ്യാൻ പഠിക്കുക. ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ഇതൊരു ചിന്ത മാത്രമാണ്, ഇതൊരു യാഥാർത്ഥ്യമല്ല എന്ന് സ്വയം മനസ്സിലാക്കുക. ചിന്തകളിൽ നിന്നും നിങ്ങൾ തികച്ചും വ്യത്യസ്തനാണെന്ന് തിരിച്ചറിയുക. ഇത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വീടാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ അവിടെ വരുന്ന വെറും അതിഥികൾ മാത്രമാണ്. അതിഥികൾ വീട്ടിൽ വരും, കുറച്ചുനേരമിരിക്കും, പിന്നീട് അവർ അവരുടെ വഴിക്ക് പോകും. അവർ ഒരിക്കലും നിങ്ങളുടെ വീടിന്റെ ഉടമസ്ഥരല്ല. അതുപോലെ തന്നെയാണ് ചിന്തകളും. അവ വരും പോകും. അവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യാതൊരു അധികാരവുമില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ആകാശത്ത് വരുന്ന മേഘങ്ങൾ പോലെയാണ് ചിന്തകൾ. എന്നാൽ നിങ്ങൾ എപ്പോഴും ആ തെളിഞ്ഞ ആകാശമാണ്. കറുത്ത മേഘങ്ങളും വെളുത്ത മേഘങ്ങളും ആകാശത്ത് വരും പോകും. എന്നാൽ ആകാശം എപ്പോഴും അവിടെ തന്നെയുണ്ട്. മേഘങ്ങൾ വരുന്നത് കാരണം ആകാശത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെ എന്ത് മോശം ചിന്തകൾ വന്നാലും നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തിന് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് ആ ചിന്തകളെ യാതൊരു വിധിയെഴുത്തുമില്ലാതെ വെറുതെ നോക്കി നിൽക്കാൻ ശീലിക്കുക എന്നത് മാത്രമാണ്. ആ ചിന്തകളോട് യുദ്ധം ചെയ്യാൻ പോകരുത്. അവയെ തടയാനും ഒരിക്കലും ശ്രമിക്കരുത്. അവ വന്നു പോകാൻ പൂർണ്ണമായി അനുവദിക്കുക. നമ്മുടെ മനസ്സ് ഒരു വലിയ നദി പോലെയാണ്. അതിൽ ചിന്തകളാകുന്ന വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്കിനെ തടയാൻ ശ്രമിച്ചാൽ അത് വലിയൊരു പ്രളയമായി മാറും. അതിനാൽ അതിനെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക. തുടർന്ന് സംസാരിക്കുന്നതിനു മുൻപായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പലരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാരമാണ് വിഷമയമായ ബന്ധങ്ങൾ. അത്തരം ബന്ധങ്ങളിൽ നിന്നും പിന്മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനാവശ്യമായ പ്രതീക്ഷകളെ ഉപേക്ഷിക്കുക എന്നതാണ് ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ മോശമായ ബന്ധങ്ങളിൽ തന്നെ തുടർന്നു പോകുന്നത് ഭാവിയിൽ ആ വ്യക്തി മാറുമെന്ന വലിയൊരു പ്രതീക്ഷ കൊണ്ടാണ്. നാളെയെല്ലാം ശരിയാകും, അവർക്കെന്നെ കൃത്യമായി മനസ്സിലാകുമെന്ന് നമ്മൾ നമ്മളോട് തന്നെ പലവട്ടം ഒരു അഫർമേഷൻ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതായിരിക്കില്ല. ആ വ്യക്തിയോടൊപ്പം നമ്മൾ പണ്ടുതൊട്ടേ ഉണ്ടാക്കിയെടുത്ത വലിയ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും വിട്ടുകളയാൻ നാം വലിയ മടി കാണിക്കുന്നു. ഈ പഴയ സ്വപ്നങ്ങളാണ് നമ്മളെ ആ വേദന നൽകുന്ന ബന്ധത്തിൽ തന്നെ വീണ്ടും വീണ്ടും തളച്ചിടുന്നത്. എന്നാൽ എപ്പോഴും നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഒരാളിൽ നിന്നും അകലുന്നത് ഒരിക്കലും ഒരു ക്രൂരതയല്ല. അത് നിങ്ങൾക്ക് തന്നെ നൽകുന്ന വലിയ കരുതലിന്റെ ഭാഗമാണ്. നിങ്ങളെ ഒട്ടും ബഹുമാനിക്കാത്ത, നിങ്ങളുടെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആത്മാവിനോട് നിങ്ങൾ തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാകും. എന്നാൽ നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമ്മൾ പൂർണ്ണമായും മറന്നുപോകുന്നു. സ്വയം സ്നേഹിക്കുക എന്നതാണ് ഏതൊരു വിഷമയമായ ബന്ധത്തിൽ നിന്നും പുറത്തുകടക്കാനുള്ള ഏറ്റവും ആദ്യത്തെ പടി. നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്നൊരു ബന്ധത്തിൽ നിന്ന് പുറത്തുവരുമ്പോൾ ആദ്യത്തെ കുറച്ചു കാലത്തേക്ക് വലിയ സങ്കടവും ശൂന്യതയും നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ആ ശൂന്യത പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമായി മാറും എന്നത് ഉറപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി തിരികെ ലഭിക്കുന്ന ഒരു സുവർണ നിമിഷമായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങളുടെ നല്ല ഊർജം മുഴുവൻ വലിച്ചെടുക്കുന്ന, നിങ്ങളെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുകളയാൻ പഠിക്കുക. ആകാശത്ത് പറക്കാൻ ആഗ്രഹിക്കുന്നൊരു പക്ഷി സ്വന്തം കാലിലെ ചങ്ങല പൊട്ടിച്ചെറിയുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം മോശം ബന്ധങ്ങളെ പൊട്ടിച്ചെറിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം വേദനകൾ ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിയന്ത്രിക്കാനുള്ള നമ്മുടെ നിരന്തരമായ ശ്രമമാണ്. നിയന്ത്രിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക എന്നതാണ് അവസാനമായി നാം ചെയ്യേണ്ടത്. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നടക്കണമെന്ന് എപ്പോഴും നിർബന്ധം പിടിക്കുന്നതാണ് നമ്മുടെ പല വേദനയുടെയും അടിസ്ഥാന കാരണം. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ആകെ തകർന്നു പോകുന്നു, നിരാശരാകുന്നു. എന്നാൽ പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് നമ്മളൊരു കർഷകന്റെ പാഠം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഒരു കർഷകൻ വളരെ കഷ്ടപ്പെട്ട് തന്റെ നിലം ഉഴുതുമറിക്കുന്നു, നല്ല വിത്ത് നോക്കി വിതയ്ക്കുന്നു, കൃത്യമായി വളമിടുന്നു. ഇതൊക്കെയാണ് അയാളുടെ ജോലികൾ. എന്നാൽ നാളെ മഴ പെയ്യുമോ, നല്ല കാലാവസ്ഥയായിരിക്കുമോ എന്നൊന്നും അയാൾക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. മഴയെയും കാലാവസ്ഥയെയും കുറിച്ചുള്ള അനാവശ്യമായ ആകുലതകൾ മാറ്റിവെച്ച് തന്റെ ജോലി മാത്രം വളരെ ഭംഗിയായി ചെയ്ത കർഷകന് എപ്പോഴും മികച്ച വിളവ് ലഭിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഭാഗം വളരെ ഭംഗിയായി ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക.
ജീവിതത്തെ എപ്പോഴും നിർബന്ധപൂർവ്വം നിയന്ത്രിക്കാതെ അതിനൊപ്പം ശാന്തമായി ഒഴുകാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ ശക്തിയും ഉയർന്ന ഫ്രീക്വൻസിയും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എന്തിനെങ്കിലും അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ വല്ലാതെ കുറയുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നു. എന്നാൽ കാര്യങ്ങളെ അതിന്റെ സ്വാഭാവികമായ വഴിക്ക് വിടുമ്പോൾ നമ്മൾ തികച്ചും സ്വതന്ത്രരാകുന്നു. എന്താണ് സംഭവിക്കേണ്ടത് അത് കൃത്യമായി സംഭവിക്കും. എനിക്കെന്റെ കർമ്മം മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന ആഴത്തിലുള്ള തിരിച്ചറിവ് നമുക്ക് വലിയൊരു സമാധാനം നൽകുന്നു. മാറ്റങ്ങളെ ഇരുകയും നീട്ടി സ്വീകരിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധി. മാറാത്തതായി ഈ ലോകത്ത് മാറ്റം മാത്രമേയുള്ളൂ. അതുകൊണ്ട് ജീവിതം കൊണ്ടുവരുന്ന മാറ്റങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ PT പൂർണ്ണമായും അയക്കുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരമായി മാറുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു മരം അതിലെ പഴുത്ത ഇലകളെ തനിയെ കൊഴിഞ്ഞുപോകാൻ അനുവദിക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പഴയ കാര്യങ്ങളെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കുക. അപ്പോൾ പുതിയ ഇലകൾ നിങ്ങളുടെ ജീവിതത്തിൽ തളിർക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളെയും മോശം ചിന്തകളെയും വേദന നൽകുന്ന പഴയ ബന്ധങ്ങളെയും പൂർണ്ണമായി വിട്ടുകളയുക എന്നത് നിങ്ങളെത്തന്നെ നിങ്ങൾക്ക് തിരികെ നൽകുന്ന അതിമനോഹരമായ ഒരു പ്രക്രിയയാണ്. ഭൂതകാലത്തെ വിട്ടുകളയുന്നത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നു, നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കുന്നു. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആ പഴയ ഭാരങ്ങൾ താഴെ വെച്ചാൽ മാത്രമേ പുതിയ നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് ഇരുകൈകളും നീട്ടി സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ പഴയതിനെ വിട്ടുകളയാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം കൃത്യമായി അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് എന്ത് ഭയമോ പഴയ ബന്ധമോ ആകട്ടെ, നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്?